Good morning. Morning, ma'am. Good morning, Miss. Good morning, ma'am. Morning, ma'am. Okay, good morning, all. Good morning, ma'am. Okay. Clear പേര് ഞാനാ മാം തുടങ്ങട്ടെ. ചിന്മയരൂപാ ചിരഞ്ജീവാ സ്നേഹസ്വരൂപാ ജഗദീശാ ജീവസന്ധായകാ നമിക്കുന്നു അണിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവാ. ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും പൂവുകൾ പുഞ്ചിരി പൊഴിച്ചാലും ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും പൂവുകൾ പുഞ്ചിരി പൊഴിച്ചാലും നീതാന്ത സൗന്ദര്യമേ നിന്റെ മുന്നിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ. നീതാന്ത സൗന്ദര്യമേ നിന്റെ മുന്നിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ. ചിന്മയരൂപാ ചിരഞ്ജീവാ. താങ്ക് യു. signing thought of the day. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് ജിഷ. Today's thought is confidence and hard work is the best medicine to kill a disease called failure. This makes you a successful person. പരാജയം എന്ന രോഗത്തെ കൊല്ലാൻ ഏറ്റവും നല്ല മരുന്ന് ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ്. അത് നിങ്ങളെ ഒരു വിജയകരമായ വ്യക്തിയാക്കുന്നു. ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. Sign in. Pardon. Hello, everyone. Good morning, all. Today I am reciting a small rhyme about fruits. So let us all stand up. So let us all stand up and sing together and have funny dancing too. Are you ready? Yes, we are ready. Yes. Let's go. I am an apple, round and red, round and green, round and yummy. I am an apple, eat me every day, so keep the doctor away. I am a banana, yellow and long, yellow and long. I am a banana, yellow and long. Taste me, I am sweet. I am a melon, green and big, green and big. I am a melon, green and big, with loads and lots of seeds. I am an orange, round and orange, round and orange. I am an orange, round and orange, and I grow on a tree. I am a kiwi, oval and brown, oval and brown. I am a kiwi, oval and brown, and I am green inside. I am a strawberry, red and fresh, red and fresh. I am a strawberry, red and fresh, and I am good to taste. I am a plum and round and purple, round and purple. I am a plum and I'm round and purple, good for vitamins. Thank you all. And here I am signing into Abanna Madam's class. Thank you. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു?
കുറെ നാളായല്ലേ കണ്ടിട്ട്, അതുകൊണ്ട് മറന്നു വെച്ചിട്ടുണ്ടാവും. Psychological needs. ഓക്കെ, നീഡ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഫെക്ഷൻ ആയിരുന്നു മാം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ്? അഫെക്ഷൻ. അഫെക്ഷൻ. അഫെക്ഷനെ കുറിച്ച് ആൾ പറഞ്ഞോ? ചാപ്റ്ററിന്റെ പേര് നീഡ്സ് എന്നാണ്. അഫെക്ഷനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ? മീനിങ് പറഞ്ഞോ? അഫെക്ഷൻ പറഞ്ഞു, അതും മാം ഇങ്ങനെ പറയുകയും ചെയ്തു. ഇനി അടുത്തത് ഹ്യൂമർ ആൻഡ് ലാഫർ ആയിരുന്നു. അതാരാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആര്യ വികാസ്. ആര്യ ഞാനുണ്ടോ? ഓക്കേടാ, ഞാൻ പിൻ ചെയ്യാട്ടാ. ഹ്യൂമർ ആൻഡ് ലവർ പറഞ്ഞോട്ടോ. ആര്യ സ്റ്റാർട്ട് ചെയ്തോടാ. ആര്യ സൗണ്ട് കുറവാണ്. ഇനി എനിക്ക് സിസ്റ്റത്തിലാണ് ഒന്ന് ഇറക്കി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? കുറച്ച് സൗണ്ട് കൂട്ടി പറയൂ ആര്യ. മോന്റെ ഫോണിന്റെ സൗണ്ട് ചിലപ്പോ കുറവായിരിക്കും കേട്ടോ. എന്നാ കൂട്ടി നോക്കോ? ഇത് മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്ന സാമൂഹ്യ വികാരമാണ് സമാധിച്ചിരിക്കുന്നത്. അത് സംസ്കാരത്തിലേക്കും വികസനത്തിലേക്കും കേൾക്കാൻ പറ്റണല്ലാടാ. സ്പീക്കറിനോട് ചേർത്ത് സംസാരിക്കാൻ നോക്ക്. ഒട്ടും ക്ലിയർ ആവണില്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? റേഞ്ചും കുറവാണെന്ന് തോന്നുന്നു മിസ്സേ. വിട്ടുവിട്ടാ കേൾക്കുന്നേ. വിട്ടുവിട്ടാടാ പക്ഷെ കേൾക്കുന്നേ. ക്ലിയർ അല്ലടാ വോയിസ്. പറയാൻ പറ്റുമോ നോക്കോ? നോക്കട്ടെ. ഇനി പറഞ്ഞു നോക്കിയേ. തമാശയും ചിരിയും ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനമാണ് ഹ്യൂമറിലാണ്. ഇത് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജോലിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സാമൂഹിക വികാരമാണ് തമാശയും ചിരിയും. അത് സഹിഷ്ണുതയിലേക്കും വിമർശനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന സ്വയം വിമർശനത്തിൽ നിന്നും ഒരാളുടെ പെരുമാറ്റത്തിൽ പുരോഗതിക്കും അവസരങ്ങൾ നൽകുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തി എപ്പോഴും സന്തോഷമായിരിക്കും. അതുപോലെ അവരുടെ കുട്ടിയെ വളർച്ചയെന്ന കുട്ടി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് നല്ലത്. അത് കുട്ടിയുടെ ആരോഗ്യത്തെയും മാനസിക വളർച്ചയെയും സഹായിക്കും. നമ്മുടെ ശാന്തതയോടു കൂടിയുള്ള ഒരു റിലേഷനാണ് തമാശയും ചിരിയും. അതൊരു അത്യന്തീക്ഷിതമാണ്. ഓക്കെ ഡാരിയ. ഓക്കെ, ഹ്യൂമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു ദിവസം നല്ല തമാശയോട് കൂടി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചിരിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ തമാശ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചു പോകും. നമ്മൾ ഹാപ്പി ആവും. അത്രയും നേരം നമ്മുടെ ടെൻഷൻ മാറി നിൽക്കാനായിട്ട് കാണും. അതൊക്കെ നമ്മൾ ഈ കോമഡി ഫിലിംസ് പറയാം. നമ്മുടെ പഴയ കോമഡി ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്
കോമഡി ഭയങ്കര ഇഷ്ടമാണ്. പഴയ കോമഡി ഫിലിമുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരുന്നിങ്ങനെ ചെയ്യും. ഭയങ്കര ഒരു ഹാപ്പിനെസ് എടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ടെൻഷൻസ് ഒക്കെ മാറാനായിട്ട് ഈ ഒരു ഹ്യൂമർ, അത് ഹ്യൂമർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ പഴയ സിനിമകളൊക്കെ എന്താ പറയുന്നത്, പഞ്ചാബി ഹൗസ് ഒക്കെ പോലത്തെ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ, പഞ്ചാബി ഹൗസ് അല്ലേ, അതെ അതേപോലത്തെ ഒരു സിനിമ കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ തമാശകളായിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ഇപ്പോഴും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മിസ്സേ എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല, എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല മിസ്സേ. എനിക്കും ക്ലിയർ ഇതിനെ ആവണില്ല. കാണാനും പറ്റുന്നില്ല. ക്ലിയർ ആവുന്നില്ല അല്ലെ? 1 മിനിറ്റ് കേട്ടോ, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ മിസ്സേ. ഇനി നോക്കിട്ടോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം മാം. ഓക്കെ. എന്തെങ്കിലും എല്ലാ പ്രശ്നമുണ്ടെങ്കിൽ സൗണ്ട് എന്തെങ്കിലും പറയണോ കേട്ടോ. ഓക്കെ. നമ്മളിപ്പോ തമാശ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമർ ആയിട്ടുള്ള സിനിമകള് അല്ലെങ്കിൽ കാർട്ടൂൺ, നമുക്കറിയാം ചാർലി ചാപ്ലിനൊക്കെ നമ്മൾ എന്തോരം ചിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മിസ്റ്റർ കോമഡീസ്, ടോം ആൻഡ് ജെറി, ഇതൊക്കെ എന്തുകൊണ്ടാണ് കാണുന്നത്? ടോം ആൻഡ് ജെറി എന്ന് പറയുന്നത് കാർട്ടൂൺ ആണ്, എന്നാൽ പോലും നമ്മൾ ആ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കും. ഞാനപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ടോം ആൻഡ് ജെറി കാണും, ഇപ്പോഴും ഉണ്ടാകും. അത്രയും വലുതായി ആ ഒരു കാർട്ടൂണൊക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ ശരിയാണ്. എന്നുവെച്ചാൽ എനിക്ക് തമാശയാണല്ലോ അത് കാണുക, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മിസ്റ്റർ ബീന് ഫിലിമുകൾ ശരിക്കും അവിടെ ലാംഗ്വേജ് ഒന്നുമില്ല, പക്ഷെ ആ തമാശ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ചാർലി ചാപ്ലിന്റെ കോമഡി ഒരു പേര് പോലും സംസാരിക്കാതെ നമ്മൾ എന്തോരം ആ ചിരിപ്പിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ ഒരു ഫിലിം ചിലപ്പോൾ ഒരു സീനായിരിക്കും നമ്മൾ കാണുന്നത്, പക്ഷെ നമ്മുടെ ലൈഫ് ആ ദിവസം ഫുള്ളും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് അത് ആ ഒരു തമാശ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ റിലാക്സേഷൻ കൊണ്ടുവരും. നമുക്കൊരു ജോയ്, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. വർക്ക് ചെയ്യുന്നൊരു ടീച്ചർ ഭയങ്കരമായിട്ട് തമാശയൊക്കെ പറയും കേട്ടോ. അപ്പൊ ആ ടീച്ചർ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമ്മളോട് തമാശയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ആണ്. അപ്പൊ എല്ലാവർക്കും ഈ തമാശ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നമ്മളിലും അതെ, എല്ലാവർക്കും അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് മാത്രമാണ് ഈ തമാശ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും, ഹ്യൂമർ എന്ന് പറയുന്നത് വഴങ്ങുന്നത്. അപ്പോ ചിലവർക്ക് മാത്രം നല്ല രീതിയിൽ അത് കറക്റ്റ് ചെയ്ത് പറയാനും അതേപോലെ നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ഹ്യൂമറും അതേപോലെ തന്നെ സന്തോഷവും ഈ ചിരിയും ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോ ഒരാളെ കാണാണ്, ഒരു വ്യക്തിയെ കാണാണ്, നമുക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മൾ അവർ വെൽക്കം ചെയ്യുന്നത് ഒരു ചിരിയോട് കൂടിയാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയാ, അവർക്കും ഒരു പോസിറ്റീവ് ഫീൽ ആണ്, നമുക്കും ഒരു പോസിറ്റീവ് ഫീൽ ആണ്. സോ നമ്മളൊരു എന്താ പറയാ, ഒരു വെൽക്കമിങ് ചിരിയാണ് നമ്മുടെ സ്മൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ചിരി എന്ന് പറയുന്നത് നമ്മൾ അവരെ വെൽക്കം ചെയ്യാണ്. അപ്പൊ ഹ്യൂമറും ഈ ചിരി എന്നൊക്കെ പറയുന്നത് റിലേറ്റഡ് ആണ്, തമാശയും ചിരിയും റിലേറ്റഡ് ആണ് എന്തായിട്ട്, ഹ്യൂമൻ ഇമോഷൻ ആയിട്ട്. സോ ഒരു വ്യക്തിക്ക് ഇതേപോലെ ഹ്യൂമറും തമാശയും ചിരിയും ഒക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഇമ്പോർട്ടന്റ്. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിനെ മറ്റുള്ള അനിമൽസിന് ഡിഫറൻസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലെ? നമുക്ക് ഇമോഷൻസ് ഉണ്ട്, സങ്കടമായാലും തമാശയായാലും അല്ലെങ്കിൽ വിഷമമായാലും എല്ലാം നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതാണ് ഹ്യൂമൻ ബീങ്സിനെയും അനിമൽസിനെയും തമ്മിൽ ഡിഫറൻസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ടെസ്റ്റിലെ പോർഷൻ നോക്കാം. ഹ്യൂമൻ ബീങ്സ് ഫ്രം അനിമൽ. ഈ തമാശ ചിരിയൊക്കെയാണ് ഹ്യൂമൻ ബീങ്സിനെ അനിമൽസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. There are social emotions which greatly influence our routine daily life. നമ്മുടെ routine daily life ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹ്യൂമർ ആൻഡ് അവർ ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻ. ഈ ടെൻഷൻ കൺട്രോൾ ചെയ്യാനും തർക്കങ്ങൾ കുറയ്ക്കാനും ഈ തമാശകൾക്ക് പറ്റും എന്നാ പറയുന്നത്. ചെറിയ തമാശകൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കോൺഫ്ലിക്റ്റ് വരും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ആ ടീമിൽ തന്നെ ഒരാൾക്ക് തമാശ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ മാറി അവരെല്ലാവരും ആ ഒരു തമാശ കേട്ട് ചിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ തർക്കങ്ങളൊക്കെ കുറയ്ക്കാൻ ഈ തമാശകൾക്ക് പറ്റും. റിലാക്സേഷൻ ആൻഡ് ജോയ്. ഇങ്ങനെ വരുമ്പോ ഈ ഒരു തമാശ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനം, അതേപോലെ റിലാക്സേഷൻ വരും, ടെൻഷനൊക്കെ ഇനി നമുക്ക് കുറയ്ക്കാനായിട്ട് വരും, ഒരു ഹാപ്പിനെസ് കിട്ടും. നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്താണ് നമ്മൾ ചെറിയൊരു ഫിലിമിൽ കോമഡി സീൻ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് കണ്ട് ചിരിച്ചു പോകും. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ഇപ്പോഴും പഴയ ഫിലിംസ് ആണ് എനിക്കിഷ്ടം. ഇപ്പൊ വന്ന ഫിലിംസിനോടേക്കാളും ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കോമഡി ഫിലിംസ് ആണ് ഇപ്പോഴും ഇഷ്ടം. എന്താ പറയാ, ഒത്തിരി ഫിലിംസ് ഉണ്ട്. നമ്മൾ
ചിരിക്കാൻ വേണ്ടി മാത്രം കണ്ടാലും എന്താ പറയാ അത് മടുപ്പിക്കില്ല. ആ ഹ്യൂമർ നമുക്ക് ബോറടിക്കുന്നില്ല. CID മൂവ്സ്, പഞ്ചാബി ഹൗസ്, പിന്നെ അങ്ങനെ കുറെ ഫിലിംസ് ആ ഒരു ടൈമിൽ ഇറങ്ങിയ ഫിലിംസ് നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഒരു നല്ലൊരു ചിരി അല്ലെങ്കിൽ ഒരു നല്ല തമാശകളാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഇതാണ്, നല്ലൊരു എന്താ പറയാ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചാണെങ്കിൽ TV ആ സിനിമ ആണെങ്കിൽ കുറച്ചേരം ഒന്ന് കാണും, ആ കുഴപ്പമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ആ സമയത്ത് ചിരിക്കുന്നു, നമ്മുടെ മൈൻഡ് എന്താവും കൂളാകുന്നു. നമുക്കറിയാലോ, എല്ലാവരും പറയാറുണ്ട് ചിരിക്കാണെങ്കിൽ ആയുസ് കൂടും. കൂടും അല്ലെ. ഭയങ്കര ചിരിയും തമാശയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആയുസ് കൊടുക്കാം. ടെൻഷൻ അടിക്കുന്നേക്കാളും നല്ലതാണ് എന്ത് ചെയ്യുന്നത്. സോ നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും വെൽക്കം ചെയ്യേണ്ടത്, കുട്ടികളെ വെൽക്കം ചെയ്യേണ്ടത് ഈ ചിരിയോട് കൂടിയാണ്, ഈ സ്മൈലോട് കൂടിയാണ് നമ്മൾ കുട്ടികളെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. They give chance for self-criticism and improvement in one's behavior. അപ്പോ ഈ ചിരിയും നവറൊക്കെ നമുക്ക് ഒരാളെ ചാൻസ് കൊടുക്കാം. സെൽഫ് ക്രിറ്റിസിസം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അതായത് നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഭയമാണ്, ഫിയർ. ഫിയർ ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഞാനാണ് മാം. റോഷ്നി പറഞ്ഞോടാം, പിൻ ചെയ്യാട്ടാ. ഓക്കെ മാം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. Okay. Children's fear. Children's fear can be complex and varied, and they can change as children grow and develop. Here are some common fears children may experience. കുട്ടികളുടെ ഭയം സങ്കീർണവും വൈവിധ്യപൂർണവുമായ കുട്ടികളുടെ ഭയം സങ്കീർണവും വൈവിധ്യപൂർണവുമാകാം. കുട്ടികൾ വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അവ മാറുകയും ചെയ്യാം. ഇൻഫൻസ് ആൻഡ് ടോൾഡേഴ്സ് 0 to 3 years. ലൗഡ് നോയ്സസ്, സഡൻ ലൗഡ് സൗണ്ട്സ് ക്യാൻ ബി ഫ്രൈറ്റനിങ്. ശിശുക്കളിലും കുട്ടികളിലും, അതായത് 0 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ അവരെ പെട്ടെന്ന് ഭയപ്പെടുത്തുന്നതായിരിക്കും. സ്ട്രേഞ്ചേഴ്സ്, അൺഫെമിലിയർ ഫേസസ് വോയിസ് ക്യാൻ കോസ് ആൻസൈറ്റി. അപരിചിതമായുള്ള മുഖങ്ങളും ശബ്ദങ്ങളുമൊക്കെ ഇത് ഉത്കണ്ഠയ്ക്ക് കാരണമായേക്കാം. സെപ്പറേഷൻ, ബീയിങ് സെപ്പറേറ്റഡ് ഫ്രം പ്രൈമറി കെയർഗിവേഴ്സ് ക്യാൻ ബി ഡിസ്ട്രസിങ്. പ്രാഥമിക പരിചാരകന്മാരിൽ നിന്നുള്ള വേർപിരിയുന്നത് അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കും. പ്രീ സ്കൂളേഴ്സ്, ഇനി 4 മുതൽ 5 വരെയുള്ള വയസ്സിനിടയിലുള്ള കുട്ടികൾ, അവർക്ക് മോൺസ്റ്റേഴ്സ് ആൻഡ് ഗോസ്റ്റ്സ്, ഇമാജിനറി ക്രീച്ചേഴ്സ് ക്യാൻ ഇവോക്ക് ഫിയർ. രാക്ഷസന്മാരും പ്രേതങ്ങളും സാങ്കല്പിക ജീവികളും കുട്ടികളിൽ ഭയം ഉളവാക്കുന്നു. ബുള്ളിങ്, ഫിയർ ഓഫ് ബുള്ളേഡ് ഓർ ഓസ്ട്രൈസ്ഡ് ബൈ പേഴ്സ്. ഭീഷണിപ്പെടുത്തൽ കുട്ടികൾക്ക് ഭയമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഡാർക്ക്നെസ്, ഫിയർ ഓഫ് ദ ഡാർക്ക് ഈസ് കോമൺ ദിസ് ഏജ്. ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം കുട്ടികളിൽ സർവ്വസാധാരണമാണ്. ആനിമൽസ്, സർട്ടൻ ആനിമൽസ് ലൈക്ക് ഓർ സ്പൈഡേഴ്സ് ക്യാൻ ബി സ്കറി. നായ്ക്കളോ ചിലന്തികളോ പോലെയുള്ള ചില മൃഗങ്ങളൊക്കെ കുട്ടികളെ ഭയപ്പെടുത്തുന്നതാണ്. ഫെയിലിയർ ഓർ നോട്ട് മീറ്റിംഗ് എക്സ്പെക്ടേഷൻസ് ക്യാൻ ബി സ്ട്രെസ്ഫുൾ. പരാജയപ്പെടുമോ എന്നത് കുട്ടികൾക്ക് അത് കളികളിലാവാം, അത് കുട്ടികളെ ഭയപ്പെടുത്തുന്നു. പ്രതീക്ഷകൾ സഫലമായില്ല എങ്കിലും കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഫിയർ ഓഫ് എർത്ത്ക്വേക്ക് ഓർ അതർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തവും ചുഴലിക്കാറ്റും ഭൂകമ്പവും ഒക്കെ കുട്ടികളെ ഭയപ്പെടുത്തുന്നു. ഇനി അടുത്തത് ടീനേജേഴ്സ്, 13 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ. സോഷ്യൽ റിജക്ഷൻ, ഫിയർ ഓഫ് ബീങ് റിജക്റ്റഡ് ഓർ റിഡ്യൂൾഡ് ബൈ പിയേഴ്സ്. സമപ്രായക്കാർ തിരസ്കരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമോ എന്നുള്ള ഭയം. അക്കാഡമിക് പ്രഷർ, ഫിയർ ഈസ് നോട്ട് മീറ്റിംഗ് അക്കാഡമിക് എക്സ്പെക്ടേഷൻസ്. അപ്പം അത് പഠന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം അവരെ ബാധിക്കുന്നു. സേഫ്റ്റി കൺസേൺ, ഫിയർ ഓഫ് വയലൻസ്, ക്രൈം ഓർ ടെററിസം. അക്രമം, ഭീകരത, കുറ്റകൃത്യം എന്നിവയെക്കുറിച്ചുള്ള ഭയം. ഹെൽപ്പിംഗ് ചിൽഡ്രൻ ഓവർകം ഫിയേഴ്സ്. ഭയങ്ങളെക്കുറിച്ച് മറികടക്കാൻ നമുക്ക് കുട്ടികളെ സഹായിക്കാം. ലിസൺ ആൻഡ് വാലിഡേറ്റ്, ലിസൺ ടു യുവർ ചിൽഡ്രൻ കൺസേൺ ആൻഡ് വാലിഡേറ്റ് ദെയർ ഫീലിങ്സ്. നിങ്ങളുടെ കുട്ടിയെ കേൾക്കുകയും അവരുടെ ഫീലിങ്സ് എന്താണെന്ന് തിരിച്ചറിയുകയും അത് പരിഹരിക്കുകയും വേണം. പ്രൊവൈഡ് റെസ്യൂറൻസ്
ഓഫർ കംഫർട്ട് ആൻഡ് റിഷറൻസ് ടു ഹെൽപ്പ് യുവർ ചൈൽഡ് ഫീൽ സേഫ്. നിങ്ങളുടെ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും എന്തിനും സഹായിക്കാൻ കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുക. എൻകറേജ് കമ്മ്യൂണിക്കേഷൻ. എൻകറേജ് യുവർ ചൈൽഡ് ടു എക്സ്പ്രസ് ദർ ഫിയേഴ്സ് ആൻഡ് വറീസ്. ആശയവിനിമയം ചെയ്യുക കുട്ടികളുമായിട്ട്. എന്തും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേദി ഒരുക്കുക. ഇത്രയാണോ? ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, കുട്ടികൾക്ക് അല്ലെ, നമുക്ക് ചെറിയ കുട്ടികൾക്ക് അതിന്റെ മിക്ക കാര്യങ്ങളോട് പേടിയായിരിക്കും അല്ലെ. ചെറുപ്പത്തിൽ അവർക്ക് പുതിയതായിട്ടൊരു വസ്തു, കളിപ്പാട്ടമോ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിന് പുതുതായിട്ട് അവർ പരിചയമില്ലാത്ത ഒരാളെയൊക്കെ കാണുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആൻസൈറ്റിയാണ് വരുന്നത്? പഠിച്ചില്ലേ അത്? പുതുതായിട്ടൊരു വസ്തുവോ അല്ലെങ്കിൽ പുതുതായിട്ട് ആൾക്കാരെ കാണുമ്പോൾ ചെറിയ കുട്ടികള് ഒരു ഭയം അവർ കാണാറുണ്ട്. യൂണിറ്റ് 3 സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടോ? പുതുതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് വരുന്ന ഫിയർ ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര്. അപ്പൊ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ആയിക്കോട്ടെ. അപ്പൊ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോഴോ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കൾ കാണുമ്പോഴോ, പുതിയ വസ്തുക്കൾ കാണുമ്പോഴോ, അല്ലെങ്കിൽ പുതുതായിട്ട് അവർക്ക് പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവർക്ക് വരുന്ന ഭയമാണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. അപ്പൊ എന്ത് ചെയ്യും കുട്ടികൾ? എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവര് ഹൈഡ് ചെയ്യാൻ നോക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകും, അമ്മയുടെ അടുത്ത് സേഫ് ആക്കാനൊക്കെ നോക്കും. അവർക്ക് ഒരു ഭയമാണ്. ചെറിയ കുട്ടികൾക്ക് സാധാരണ കോമൺ ആയിട്ടുള്ളതാണ് ഭയം എന്ന് പറയുന്നത്. അപ്പൊ ഫിയർ കോമൺലി ആണ്. അപ്പൊ ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ഭയം ഉണ്ടാവും. ചിലപ്പോൾ രാത്രി പുറത്തേക്ക് പോകാൻ ഇരുട്ട് കാണുമ്പോൾ ഭയമായിരിക്കും, ചിലപ്പോ വല്ല എന്താ പറയാ ജീവികളെ കാണുമ്പോൾ ഭയമായിരിക്കും, ചിലവർക്ക് എന്താ പറയാ മിക്ക ഭയങ്ങളുണ്ടോ. ചിലർക്ക് ഹൈറ്റ് ഫോബിയാസ് ഉണ്ടല്ലോ, പല ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട്, ഭയങ്ങളുണ്ട്. അപ്പൊ അത് ചിലർക്ക് ഹൈറ്റ് ആയിരിക്കും പേടി, ചിലർക്ക് അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ ഭയങ്ങളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിലെ ഹൈറ്റ് പേടിയായിരുന്നു. ഒരു ഏജ് വരെയും ആ ഒരു ഹൈറ്റ് പ്രശ്നം എനിക്കുണ്ടായിരുന്നു. തോന്നുന്നു 10th ഒക്കെ വരെ ഞാൻ സ്റ്റെയർ കയറില്ല. എവിടെയായാലും ഏത് ബിൽഡിങ്ങിന്റെ ആയാലും സ്റ്റെയർ മുകളിലോട്ട് കയറില്ല. കാരണം എനിക്ക് പേടിയാണ്. ചിലപ്പോൾ ചെറുപ്പത്തിലെ നമ്മളെ പറഞ്ഞ് ശീലിപ്പിച്ചതായിരിക്കും. അല്ലെങ്കിൽ എന്റെ അമ്മ പറയുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലെ സ്റ്റെയറിന് ഈ കൈപ്പിടിയില്ല. അപ്പൊ അതുകൊണ്ട് അമ്മ ഞാൻ സ്റ്റെയർ കയറാതിരിക്കാൻ വേണ്ടി കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ പറയുന്നത് മുകളിലോട്ട് പോകരുത്, മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഇടിഞ്ഞ് വീഴും, താഴത്തേക്ക് വീഴും എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു ചെറിയ ഭയം വന്ന് വീണിട്ട് എപ്പോഴും ആ ഒരു പേടിയാണ്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ അതിനകത്ത് എല്ലാവരും കൂടി ഇടിഞ്ഞ് വീഴോ. അപ്പൊ എത്ര വലിയ ബിൽഡിംഗ് ആയാലും ഭയങ്കര പേടി എനിക്ക്, ഭയങ്കരമായിട്ട് ആ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫിയർ എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഒരു ഏജ് വരെ എനിക്ക് ഹൈറ്റ് എന്ന് പറയുന്ന കാര്യത്തോട് ഭയങ്കര പേടി. അപ്പൊ മിക്ക ആൾക്കാർക്കും ഓരോ ഭയം, എന്തെങ്കിലുമൊക്കെ ഭയം അവരുടെ മനസ്സിലുണ്ടാവും. അതേപോലെ തന്നെ എനിക്ക് പേടിയുള്ള വേറൊരു കാര്യമാണ് ഈ നമ്മുടെ അമ്പലത്തിലൊക്കെ വെളിച്ചപ്പാടില്ലേ, വെളിച്ചപ്പാട് ഡ്രസ് ഒക്കെ ചെയ്ത് വരുന്നത് എനിക്ക് കാണുന്ന പേടിയായിരുന്നു ചെറുപ്പത്തില്. കുഞ്ഞായിരുന്ന സമയത്ത് അങ്ങനെ പേടിയില്ലായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ഞാൻ കരയൊക്കെ ചെയ്യുന്ന അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്കും ഉണ്ട്, എല്ലാവർക്കും, എല്ലാ ഇൻഡിവിജ്വൽസും നമ്മളുടെ ഓരോരുത്തരുടെയും ഭയം ഒന്ന് ആലോചിച്ച് നോക്കാം. എല്ലാവർക്കും ഓരോ ഭയങ്ങൾ ഉണ്ടാവും. അതെന്താന്ന് നമ്മളൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്യാം. ആ ഭയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് വീണിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ആ ഒരു ഫിയർ വന്നിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാം. ആ ഫിയറിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നോക്കാം. ചില ആൾക്കാർക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞാലേ, ബ്ലഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് തലറിഞ്ഞു വീഴും. അങ്ങനത്തെ ആൾക്കാരെ അറിയോ? ബ്ലഡ് കണ്ടു കഴിഞ്ഞാല് ഞാൻ ചെറുതിൽ അങ്ങനെയായിരുന്നു മാം. എന്റെ ഡെലിവറിക്കൊക്കെ ശേഷം മാറിയത്. ഓക്കെ, അപ്പോ അങ്ങനെയും ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞാണ് അങ്ങനെ ടൈപ്പ് ഓഫ് ഫിയർ ആണ്. അപ്പൊ പല ടൈപ്പ് ഓഫ് ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഫിയർ എന്നുള്ളത്. എ പേഴ്സൺ ഇൻ ഫിയർ ട്രൈസ് ടു ടേൺ ഹിസ് ബാക്ക് ഫ്രം ദ ഒബ്ജക്ട് ഓഫ് ദ ഫിയർ. സാധാരണ ആൾക്കാര് ഈ പേടിയുള്ള ഒബ്ജക്ട് കാണുമ്പോൾ അതിൽ നിന്ന് അതൊന്ന് തിരിഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിയർ മാറണ്ടേ. അപ്പൊ അത് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആ ഒരു പേടിയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ ആ ഫിയർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ഹൈറ്റ് പേടിയാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞപ്പോ, 10th കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഹൈറ്റ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ
സ്റ്റെപ്സ് സ്റ്റെയർസ് ഒക്കെ തനിയെ കാണാനായിട്ട് തുടങ്ങി. സോ എന്റെ ഒരു കുറച്ച് ഭയം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. ഇറ്റ് ഓഫൻ പ്രൊട്ടക്ട് പേഴ്സൺ ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഹാം. നമ്മളുടെ ചെറിയ പേടികൾ ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും ഡിസാസ്റ്ററിലോ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഫിയർ വിച്ച് ആർ നോട്ട് റിയലിസ്റ്റിക് മേ ബി ഓവർകം ബൈ അവയർനെസ് ഓഫ് അൺറിയാലിറ്റി. ഈ ഫിയർ വരുന്നത് ചിലപ്പോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അൺറിയാലിറ്റി ആയിരിക്കും. റിയൽ ആയിട്ട് അറിയില്ല. ഇപ്പൊ ഞാൻ പറയാണ്, പ്രേതത്തിന്റെ കഥകളൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കും. ജസ്റ്റ് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയുന്ന കഥകളാണ്. നമുക്കറിയാം അത് റിയൽ അല്ല എന്ന്. പക്ഷേ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ഭയം വന്ന് വീഴും. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു ഭയം വന്ന് വീഴും. എ ചൈൽഡ് ഹു ഹാസ് ഡെവലപ്പ് എ സർട്ടൻ ഫിയർ because he suffers from lack of affection, required affection or acceptance. അപ്പോ നമ്മള് ഈ ഭയം അവർക്ക് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആ കുട്ടി ഫിയർ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ആ ഒരു അഫെക്ഷൻ കുറവുള്ള കുട്ടികളോട്, ഇപ്പൊ പാരന്റ്സിന് ആ വാത്സല്യം കുറവാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു ഫിയർ വരുന്നത് എന്നാണ് പറയുന്നത്. Educational programs and other activities hence should try to provide concrete facilities and experience for the children and other may be saved avoidable fears. അപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിന്റെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മാറ്റി കളയണം എന്നാണ്. നമുക്കറിയാം പണ്ട് ഇടിമിന്നല് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മഴയും ഇടിമിന്നലൊക്കെ വരുമ്പോ അമ്മമാര് പറയാറുണ്ട്, അതാണ് അർജുനനും കർണനും തമ്മിലുള്ള എന്താണ് യുദ്ധം നടക്കാണ് ആകാശത്ത്. സോ ഇങ്ങനെ നാമം ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇല്ലേ? മാത്രമേ കേട്ടിട്ടുള്ളൂ, നിങ്ങളാരും കേട്ടിട്ടില്ലേ അങ്ങനെ? ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുതിർന്ന് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ആ മേഘങ്ങൾ തമ്മിൽ കൂട്ടിരിക്കുന്നതാണ് ഇപ്പോഴാണ് എന്ത് വരുന്നത്, ഈ മിന്നൽ സംഭവിക്കുന്നത്. മിന്നൽ അതേപോലെ തന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ വരുന്നത് ഇപ്പോഴാണ് മനസ്സിലായി. സോ നമ്മൾ ആ ഫിയറിൽ നിന്ന് ഓവർകം ചെയ്തു. കാരണം ആ സമയത്ത് വലിയ യുദ്ധം നടക്കാണ്, പുറത്ത് നമ്മൾ ഇറങ്ങാൻ പാടില്ല എന്നാണെങ്കിൽ അവർ പറഞ്ഞത് ഇടിമിന്നലാണ്, ഇടിമിന്നൽ ഏറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മള് മഴ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുകയെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ഓരോ ഫിയറും നമുക്ക് ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഇമോഷൻ ആണ്, അടുത്തൊരു ടൈപ്പ് ഓഫ് ഇമോഷൻ ആണ് ആങ്കർ. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ദേഷ്യത്തെ കുറിച്ച് ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? അതൊക്കെ അറിയോ? ഫ്രണ്ട്സ് ആരെങ്കിലോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ ബുക്ക് എടുത്തിട്ടില്ല, എഴുതി വെച്ച ബുക്ക് എടുത്തിട്ടില്ല. ഓക്കെ, ആരെങ്കിലും പറയാൻ തയ്യാറാണോ? ആങ്കറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ദേഷ്യം, ഓക്കെ. കുട്ടികളുടെ ദേഷ്യമല്ലേ? അതെ, കുട്ടികളുടെ ദേഷ്യം. അവർക്ക് എന്തെങ്കിലും നമ്മള് ഇപ്പൊ കളിപ്പാട്ടമൊക്കെ നമ്മള് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അപ്പൊ ദേഷ്യം വരില്ലേ? എനിക്കറിയത്തില്ല, ഞാൻ പ്രിപ്പയർഡ് അല്ല, ഒരു ഇത് പറഞ്ഞതാണ്. ശരിക്കും ഞാൻ പോയിന്റ്സ് പറഞ്ഞപ്പോ ഈ ടെസ്റ്റിലത്തെ പോയിന്റ്സ് ആയിരുന്നില്ല നിങ്ങളുടെ പ്രതീക്ഷിച്ചത്. കാരണം നിങ്ങൾക്ക് എന്താണ് ഈ അഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പോയിന്റ്സ് ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പൊ ആങ്കർ പറഞ്ഞില്ലേ, റോഷ്നി പറഞ്ഞു കുട്ടികളുടെ ദേഷ്യം. സാധാരണ കുട്ടികളില് ഒത്തിരി കാരണങ്ങളോട് ദേഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ദേഷ്യം ഇപ്പൊ ഒരു ആള് പറഞ്ഞത് കറക്റ്റ് ആണ്. അവര് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എന്താ പറയാ, അവര് ആഗ്രഹിച്ച കാര്യം നടത്തില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതൊരു കാര്യമാണ്, ഒരു പോയിന്റ് ആണ്. വേറെ അതുപോലെ തന്നെ എന്റെ ഒരു വ്യൂവിൽ പറയുവാണ് മാം, എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികളോടെ പല കാര്യങ്ങളും ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒരു കാര്യം ചെയ്തതിൽ ഒരു തെറ്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കൊരു പിഴവ് സംഭവിച്ചാലോ നമ്മൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ ആ കുട്ടി അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോകാതെ അവിടെ അവൻ വളരെയധികം പേടിക്കുകയും പിന്നെ അവൻ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരു എന്തോ പറയുന്നത് കുഞ്ഞിനും കൂടി ഫേവർ ആവുന്ന രീതിയിൽ ഒന്ന് ഹാൻഡിൽ ചെയ്തു പോയാൽ അത് അവന്റെ വ്യക്തിത്വത്തെ നല്ല രീതിയിൽ
സ്വാധീനിക്കും. നമ്മൾ ദേഷ്യപ്പെട്ട്, എന്റെ മോനൊക്കെ ആണെങ്കിലേ മിസ്സേ, എനിക്ക് 2 മക്കളാണ്. അപ്പൊ മൂത്ത ആള് ഭയങ്കര സൈലന്റും രണ്ടാമത്തെ ആള് ഭയങ്കര വയലന്റുവാ. അപ്പം മൂത്ത ആളെ ഒരു അടിയൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞാൻ ചിലപ്പോ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ തല്ലു കൊടുക്കും. അപ്പൊ ഒരു അടി അടിച്ച ആ അടി പേടിച്ച് അവൻ പോയി ആ പറയുന്ന കാര്യം അങ്ങ് അനുസരിക്കും, എന്ത് പറഞ്ഞാലും അങ്ങനെ. പക്ഷെ ഇളയ ആളെ ഞാൻ വടിയെടുത്ത് അടിക്കടി, എന്നെ അടിക്കടി, ഇന്ന് ഇവിടെ അടിക്കടി എന്നും പറഞ്ഞ് വന്ന് അവൻ നിൽക്കും. അങ്ങനത്തെ ഒരാളാണ് ഇളയത്. എനിക്ക് തന്നെ അറിയത്തില്ല ഇതിന് 6 സ്വഭാവമാന്ന്. പക്ഷെ അവനോട് ദേഷ്യപ്പെടാതെ സ്നേഹത്തെ, മോനെ അങ്ങനെ ചെയ്യല്ലേ, മോൻ അതിങ്ങ് എടുത്തോണ്ട് വന്നേന്ന് നമ്മൾ പറഞ്ഞ മൂത്തവൻ അനുസരിക്കുന്നതിനെക്കാട്ടിലും മുകളില് അവൻ ആ കാര്യം അനുസരിക്കും. നേരെ മറിച്ച് ഞാൻ അവനോട് ദേഷ്യപ്പെട്ട എന്നെക്കാട്ടിലും ഉറച്ച സൗണ്ടില് 3 വയസ്സേ ഉള്ളു, പക്ഷെ എന്നെക്കാട്ടിലും ഞാൻ തന്നെ പേടിച്ചു പോകും, ഇവൻ എന്നോട് തന്നെയാണോ ഇത് പറയുന്നതെന്ന് അത്രയ്ക്കും ദേഷ്യപ്പെടും. അപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അധികം ദേഷ്യത്തിൽ കുഞ്ഞുങ്ങളോട് ബിഹേവ് ചെയ്യാതെ വളരെ സൗമ്യം, അത് ടീച്ചേഴ്സ് ആണേലും അങ്ങനെ ദേഷ്യപ്പെട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ക്ലാസ്സിൽ കഴിവതും കുട്ടികൾ അവരുടെ അടി പേടിച്ചാ പഠിച്ചുകൊണ്ട് പോകുന്നത്. ഞാനൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെ അടിക്കുന്ന സാറുമാരും ഉണ്ട്, സ്നേഹത്തെ പറഞ്ഞു തരുന്ന സാറുമാരും ഉണ്ട്. അപ്പം ആ സ്നേഹത്തെ പറയുമ്പോൾ അവരുടെ ആ സ്നേഹം നമുക്കും കൂടെ അവരോടും തോന്നും, ആ വിഷയത്തിനോടും തോന്നും, ഒരു താല്പര്യപൂർവ്വം നമ്മൾ പഠിക്കും. പക്ഷെ അതേ കാര്യം ദേഷ്യപ്പെട്ട് പറയുമ്പം നമ്മൾ ഇഷ്ടമല്ലാതായിരിക്കും, എന്നാൽ അടി പേടിച്ച് പഠിക്കും. അപ്പൊ കുട്ടികളെ നമ്മൾ കൂടുതലും വളരെയധികം സൗമ്യമായിട്ട് ഇടപെടുന്നതായിരിക്കും ആ കുഞ്ഞിന്റെ ഭാവിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ആണെങ്കില നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മള് പെട്ടെന്ന് ദേഷ്യം, നമ്മളായാലും നമ്മളുടെ നോർമലി നമ്മൾ കുട്ടികളോട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ദേഷ്യത്തോട് പെരുമാറാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാം. നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്താൽ കാണിക്കുന്ന ദേഷ്യം ചിലപ്പോ അത് അവരുടെ മനസ്സിലേക്ക് കൊള്ളിയും, അവർ തിരിച്ച് നമ്മളോട് അതേ രീതിയിലായിരിക്കും, അതേ ടോണിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. എനിക്ക് എന്റെ മോള് ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര വികൃതിയാണ്. ആൾക്ക് 4 വയസ്സാണ്. 4 വയസ്സിന്റെ വികൃതി നമുക്ക് അറിയാലോ. 4 വയസ്സിൽ എങ്ങനെയാണ് കുട്ടികളെ പറയുന്നത്, 4 വയസ്സിൽ നഷ്ടപ്പെട്ടാണ് അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പുള്ളവര്. ശരിയാണ്, കുട്ടികൾ ഭയങ്കര വികൃതി ആയിരിക്കുള്ളൂ. അപ്പൊ ആൾമോസ്റ്റ് ഭയങ്കര വികൃതിയാണ്. എന്തെങ്കിലും ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര വികൃതിയാണ്. പക്ഷെ ഞാൻ ആളോട് ചൂടാകാറില്ല. അപ്പൊ ഹസ്ബൻഡ് എപ്പോഴും എന്നെ ചീത്ത പറയും. ഹസ്ബൻഡ് ചെറുതായിട്ട് ചൂടാകും, റെക്ടിഫൈ ചെയ്യണം. അവർക്ക് പ്രിൻസിപ്പൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തല്ല് കൊടുത്ത് അല്ലെങ്കിൽ നല്ല വഴക്ക് പറഞ്ഞ് അത് തിരുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആൾക്ക്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറയാറില്ല, പക്ഷെ അവളോട് ആ കാര്യം തെറ്റാണ്, ചെയ്തത് കുഴപ്പമില്ല കേട്ടാ, ചെയ്യരുത് കേട്ടാ, ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ആള് പിന്നെ ആ മിസ്റ്റേക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാനത് പറഞ്ഞു കൊടുത്തു, അവൾ ചെയ്തത് മിസ്റ്റേക്കാണ് അവർക്ക് മനസ്സിലാക്കി ചെയ്തു, വീണ്ടും ഞാനത് പറഞ്ഞു കൂടി കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനെ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം, തിരിച്ചു വരണം. നമ്മളുടെ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ ആ ഒരു ഹോൾ ക്ലാസ്സിൽ നിർത്തി ആ കുട്ടികൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ അവന്റെ ഇമോഷൻ അവിടെ ഹേർട്ട് ആവുകയാണ്. അവന് പിന്നെ പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യം തോന്നില്ല. എന്താണ് അവൻ ചെയ്ത മിസ്റ്റേക്ക്, ചിലപ്പോ വല്ല ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ നമ്മൾ ആ ഹോൾ ക്ലാസ്സിക്ക് മുമ്പിൽ നിർത്തി അവനെ വഴക്ക് പറയുമ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമാവും. സോ നമ്മൾ മാക്സിമം കുട്ടികളെ അങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് വഴക്ക് പറയാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ആ ഒരു കുട്ടി ഒരു കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ അവന്റെ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. സോ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആ എന്താ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ സോൾവ് ചെയ്യാനും പറ്റും. പല കുട്ടികളും പല ക്യാരക്ടറാണ്. സോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അതേപോലെ തന്നെ കുട്ടികൾ എങ്ങനെയാണ് ഡീവിയേറ്റഡ് സ്റ്റൈൽ എന്നൊക്കെ പഠിക്കും. ഓക്കെ, ആ സമയത്ത് കൂടുതലായിട്ട് ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്കറിയാം, നമ്മള് മുതിർന്നവർക്ക് വരുന്നൊരു പ്രശ്നമാണ്, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം ഭയങ്കര ലൗഡ് ആയിട്ടുള്ള വോയിസിൽ നമ്മൾ ദേഷ്യപ്പെടും. ഇല്ലേ, കുട്ടികളുണ്ട് ഇല്ല, അല്ലെങ്കിൽ കുട്ടികളടുത്ത് നിന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിനോടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരോടും നമ്മൾ സാധാരണ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് എന്താ പറയാ, അത് കുട്ടികളെ അഫക്ട് ചെയ്യും. ഇപ്പൊ ഹസ്ബൻഡും വൈഫും എപ്പോഴും വഴക്കാണ്, ഭയങ്കരമായിട്ട് എപ്പോഴും ഹസ്ബൻഡ് വൈഫിനെ ചീത്ത പറയുന്നുണ്ട്, തിരിച്ചു പറയാന്ന് വിചാരിക്കുക. അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രോബ്ലംസ്, ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് കുട്ടിയുടെ ക്യാരക്ടറിനെ അഫക്ട് ചെയ്യും. അവൻ പിന്നെ ഒരു എന്താ പറയുക, ഒരു റോങ് ക്യാരക്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് ആയിരിക്കും അവൻ പോകുന്നത്. അവനും ഇതേപോലെ ആയിരിക്കും മറ്റുള്ളവരോട് പെരുമാറും. പെട്ടെന്ന് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കും. അപ്പൊ സാധാരണ മനസ്സിലാക്കാൻ പറ്റും
പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ ക്യാരക്ടറുള്ള പ്രശ്നമല്ല, ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവന്റെ ക്യാരക്ടർ മാറിയിരിക്കും. ശരിക്കും ആ റിയൽ ആ കാണുന്ന ആ കുട്ടിയുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല അത് അവരുടെ സാഹചര്യം കൊണ്ട് പിന്നീട് വന്നിരിക്കുന്നതാണ്. അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കി നമ്മളത് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. സോ നമ്മള് പാരന്റ്സ്, നമ്മളെല്ലാവരും പേര് പാരന്റ്സ് ആണ് നമുക്കറിയാം. അപ്പോ നമ്മള് പാരന്റ്സ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഒത്തിരി വഴക്ക് കൂടാനായിട്ട് പാടില്ല. കാരണം ഒത്തിരി വഴക്ക് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഫീലാണ്. ചില പാരന്റ്സ് വർക്കിടാണ്, അപ്പൊ അവരുടെ ഒരു മനസ്സിന് ഭയങ്കര വിഷമമാണ് അത് വരുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ, തല്ലുപിടി അങ്ങനെ ഉണ്ടാവും സാഹചര്യങ്ങളാണ്. അപ്പൊ അത് പറയാനുണ്ടെങ്കിൽ കുട്ടികളെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാം. ദെൻ കുട്ടികളെ മുമ്പിൽ വെച്ച് നമ്മൾ അധികം ഷൗട്ട് ചെയ്യാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ആങ്കർ. There are many circumstances in everyday life for arousal of anger. നമുക്ക് ദേഷ്യം വരാനുള്ള ഒരുപാട് സർക്കംസ്റ്റാൻസസ് നമ്മുടെ ഡെയിലി ലൈഫിൽ എവറിഡേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. Causes of anger are varied and innumerable. ഒരുപാട് കാരണം കൊണ്ട് നമുക്ക് ദേഷ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ കാരണം കൊണ്ടാണ് ദേഷ്യം വരാന്നുള്ളത്. Some of them may be rejection of the child wish. ചിലപ്പോ ആ കുട്ടിയുടെ വിഷ് പറഞ്ഞ കാര്യം നമ്മൾ സാധിച്ചു കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ഡിഫിക്കൽട്ട് അസസ്മെന്റ് ബിയോണ്ട് ഹിസ് എബിലിറ്റി ടു ട്രൈ സം ജോബ്സ്. അവന് നമ്മൾ പറഞ്ഞു എക്സാമിന് നീ ഇപ്രാവശ്യം 45 വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും മാർക്ക് 45 ഔട്ട് ഓഫ് വാങ്ങിക്കണം. പക്ഷെ അവനത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അൺഇൻട്രസ്റ്റിംഗ് ലെസൺ, ചിലപ്പോൾ അവന് പഠിപ്പിച്ചു കൊടുക്കുന്ന ലെസണിനോട് അവന് താല്പര്യം ഉണ്ടാവില്ല. ഇന്റർഫിയറൻസ് വിത്ത് സെറ്റ് ഓഫ് ഹാബിറ്റ്സ്, അവന്റെ ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തില്ല, അലൗ ചെയ്തില്ല. ഇപ്പോ പുറത്തേക്ക് കളിക്കുന്നത് പറയുമ്പോൾ നമ്മൾ അലൗ ചെയ്തില്ല. റിയൽ ഓർ ഇമാജിനറി ഫേവറിറ്റിസം ഓൺ ദ പാർട്ട് ഓഫ് ദ പാരന്റ് ഓർ ടീച്ചേഴ്സ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തും അതേപോലെ പാരന്റ്സിന്റെ ഭാഗത്തും ഉള്ള ഒരു കാര്യമാണ് ഫേവറിറ്റിസം. ചിലപ്പോ മൂത്ത കുട്ടികൾ, എന്റെ എക്സാമ്പിൾ പറയുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്നാൽ ഞാൻ പറയാണ്, ചില വീടുകളിൽ ഇപ്പൊ പെൺകുട്ടിനേക്കാളും ഇഷ്ടം ആൺകുട്ടികളായിരിക്കും. അങ്ങനെ ഫേവറിറ്റിസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മൂത്ത കുട്ടിനേക്കാളും ഇളയ കുട്ടിനോടായിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇളയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ അവളെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് വയ്ക്കും. അല്ലെങ്കിൽ ടീച്ചേഴ്സിനാണെങ്കിൽ തന്നെ ടീച്ചേഴ്സിന് എന്താണ് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ഭയങ്കര ഫേവറേറ്റിസം കാണിക്കും. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പെൺകുട്ടികൾ എന്ത് പറഞ്ഞാലും അവരുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യും, ആൺകുട്ടികളെ ആണെങ്കിൽ പണിഷ് ചെയ്യും. ആ ഇമാജിനറി ഓർ റിയൽ ഫേവറിറ്റിസം ഈ കുട്ടികളിൽ ദേഷ്യം വരുത്താനായിട്ട് കാരണം സെൽഫ് റെസ്പെക്ട്. സെൽഫ് റെസ്പെക്ട് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ വഴക്ക് പറയുമ്പോൾ അവർ സെൽഫ് റെസ്പെക്ടിനെയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ വരുന്ന അറ്റാക്കുകൾ ഫിസിക്കൽ ഇൽനെസ്, അവന് എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, ഫാറ്റ് ആൻഡ് ഹങ്കർ, ഭയങ്കര വിശപ്പാണെങ്കിൽ നമുക്കറിയാം കുട്ടികൾ ഭയങ്കര വിശപ്പുണ്ടെങ്കിൽ ക്ഷീണവും വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യം കാണിക്കും. ചില കുട്ടികൾ അങ്ങനെയാണ്, ഭയങ്കര വിശപ്പിരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര വിശപ്പാണെങ്കിൽ ദേഷ്യത്തിനായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു കുട്ടിയിൽ എന്ത് വരാനുള്ള കാരണങ്ങളാണ്, ദേഷ്യം വരാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് എ പ്ലാനിംഗ് ലെസൺ ഷുഡ് കൺസിഡർ children's interest and span of attention, ability level in order to avoid resistance. കുട്ടികളുടെ ഈ ലെസൺ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവരുടെ അറ്റൻഷൻ വരുന്ന രീതിയിൽ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവർക്ക് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ചില കുട്ടികൾക്ക് മാത്സിനോട് താല്പര്യമില്ല. മാത്സ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയാ കുറച്ച് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ഇമേജ് ഒക്കെ വെച്ച് കാണിച്ചാണ് മാത്സ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയുന്നത്. ഇപ്പൊ 2+4 എത്രയാണ്, 2+4 6. അത് നമ്മൾ ബോർഡിൽ എഴുതുന്നേക്കാളും നല്ലത് 2 പൂക്കൾ വരയ്ക്കാം, ഈ ടച്ച് കൊടുക്കാം. പിന്നെ ഈ സൈഡിൽ ഒരു 4 പൂക്കൾ വരയ്ക്കാം. എന്നിട്ട് ആ പൂക്കൾ കൗണ്ട് ചെയ്യാൻ പറയാം. ജസ്റ്റ് കൗണ്ടിങ് ആണ്, 1 2 1 2 3 4 അന്ന് കൗണ്ട് ചെയ്യാൻ പറയാം. ദെൻ എത്ര നമ്പേഴ്സ് ഉണ്ട് ആ കുട്ടീനോട് വന്ന് ബോർഡിൽ എഴുതാൻ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ അവരെന്ത് ചെയ്യാം, അഡീഷനും അങ്ങനെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസണിലൂടെ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കൗണ്ട് ചെയ്യാണ് കാര്യങ്ങളും ലെക്ചർ പോലെ പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര ചെറുപ്പത്തിലൊക്കെ മാത്സ് ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാത്സ് ടീച്ചർമാരെ ഭയങ്കര ദേഷ്യമായിട്ട് നമുക്ക് അല്ലെ, എന്തുകൊണ്ടാ അവർ പഠിച്ചില്ലെങ്കിൽ നമ്മൾ തല്ലും. അപ്പൊ തല്ലി പഠിപ്പിക്കുന്നേക്കാളും നല്ലത്
എന്താണ് അത് നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മോണ്ടിസോറി ഇല്ല, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ബോർഡുകളാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ കുട്ടികൾക്ക് ആ ബോർഡ് യൂസ് ചെയ്യാൻ പഠിക്കാണ്. ദെൻ അവർ പിന്നെ ചെയ്യുന്നത് കൗണ്ട് ചെയ്യാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ചെയ്യുന്നില്ലേ, ഇപ്പോ 6 3 into 9 അത് അവര് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് യൂസ് ചെയ്തിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അവരത് കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൗണ്ട് ചെയ്തെടുക്കാണ്. സോ കുറച്ചും കൂടി ബെറ്റർ, ഈസിയാണ് ആ ഒരു കാര്യം. അത് ചെയ്യുന്നത് വളരെ ഈസിയാണ് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ആക്ടിവിറ്റി ആണ്. കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫുള്ളും അവർ ബൈഹാർട്ട് പഠിപ്പിച്ച് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ അവർ തെറ്റിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടാവും. പക്ഷെ ഇതില് അവർ ഓരോ ആക്ടിവിറ്റിയും അവർ തന്നെ സ്വയം പഠിച്ചെടുക്കാണ്. കൗണ്ട് ചെയ്ത് നോക്കുന്നു, അത് വീണ്ടും വെക്കുന്നു, അവർ കൗണ്ട് ചെയ്യുന്നു. സോ അവർ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേറൊരു രീതിയിലാണ് അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കുട്ടികളെ ദേഷ്യം വരാത്ത രീതിയിൽ നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ പറയുന്നത് the form but impartial teachers do a better job. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഓരോ പോലെ തന്നെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ചിലപ്പോ എല്ലാ കുട്ടികളെയും നമ്മൾ ഓരോ പോലെയാണ് കാണുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും എങ്ങനെയാണ് നമ്മളുടെ മക്കളെ പോലെ തന്നെ കാണുന്നത് ഞാൻ പറയുള്ളൂ. നമ്മുടെ സ്വന്തം മക്കൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. Discrimination is restricted mostly by the children as and as others. Discrimination കാണിക്കാതിരിക്കുക, വേർതിരിവ് കാണിക്കാതിരിക്കുക. പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ കോമൺലി കാണുന്ന ഒരു പ്രശ്നമാണ് ഡിസ്ക്രിമിനേഷൻ. അവർ പഠിപ്പിക്കുന്ന പിള്ളേർ മാത്രം പഠിച്ചാൽ മതി എന്നൊരു പ്രശ്നമാണ്. Both teachers and parents can help the child in developing a healthy philosophy of the life by providing them with knowledge of different ideas. Okay, ഞാൻ പറയുകയാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്കാണോ ഒരു ടീച്ചറിന്റെ ഹെൽപ്പ് വേണ്ടത്, വീക്ക് ആയിട്ടുള്ള കുട്ടിക്കാണോ ടീച്ചറിന്റെ ഹെൽപ്പ് വേണ്ടത്? വീക്ക് ആയിട്ടുള്ള കുട്ടിക്കാണ്. കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് പഠിച്ചു പോകും. അപ്പൊ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ശരിക്കും നമ്മൾ ടീച്ചേഴ്സിന്റെ ആവശ്യകത ഉള്ളത്. സോ നമ്മൾ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആർക്ക് പറ്റും? നമുക്ക് ഓരോരുത്തർക്കും പറ്റും, നമ്മൾ ഓരോ ടീച്ചേഴ്സിനും പറ്റും. സോ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഒത്തിരി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് നല്ല ഇതാക്കണേക്കാളും എനിക്കില്ല വീക്ക് ആയിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ പറയും വീക്ക് ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ നമ്മളുടെ അടുത്ത് അനുസരണയോടെ ഇരുന്ന് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് അതനുസരിച്ച് അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് ഈ വീക്ക് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. എന്നുവെച്ചാല് അവർക്ക് ഈ നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സോട് കൂടിയായിട്ട് അവര് അത് എൻജോയ് ചെയ്തത്. അത്യാവശ്യം നല്ല ഐക്യമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ചിലപ്പോ ഈ പാരഗ്രാഫ് ഞാനത് റീഡ് ചെയ്ത് തരേണ്ട വരില്ല ഭൂരിഭാഗം കുട്ടികൾക്ക്. കാരണം എന്താണ്, ഓൾറെഡി അവർക്കത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മളത് റീഡ് ചെയ്തത് മീനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സോ നമ്മളത് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. നമ്മൾ ഓരോ കുട്ടികളെയും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് വാല്യൂ ദ സിസ്റ്റം ത്രൂ യൂസ്ഫുൾ ഡിസിഷൻസ് ആൻഡ് റിഗാർഡിംഗ് ഓൺ പ്രോബ്ലംസ് ദാറ്റ് റൈസ് ബൈ ഹിം. അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ചില കുട്ടികളുടെ ക്യാരക്ടർ ഭയങ്കര ദേഷ്യപ്പെട്ട ക്യാരക്ടർ ആണെങ്കിൽ അത് ശരിക്കും അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഇപ്പൊ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും അവൻ ആ ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ അഫെക്ഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അവന് ചിലപ്പോൾ പാരന്റ്സിന് സ്നേഹം കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. Okay, both must be help the child develop healthy peer age relationship and friendship. അപ്പൊ നമ്മളെ ടീച്ചേഴ്സും പാരന്റ്സും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് ആര്, നമ്മുടെ ടീച്ചേഴ്സും അതേപോലെ തന്നെ പാരന്റ്സും. അവരുടെ ഏജിലുള്ള ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ നമ്മൾ അലോ ചെയ്യണം. ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു റിലേഷൻഷിപ്പും അവർക്ക് ഡെവലപ്പ് ചെയ്യാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് വിലമതിക്കാനാവാത്ത ഒരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളുടേതായ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എൻജോയ് ചെയ്ത് വന്നിട്ടുള്ള തലമുറയാണ്. പക്ഷെ ഇന്ന് ആ ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ഒരു മൊബൈൽ ഫോണിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കൂടുതൽ കുട്ടികളും ഇപ്പോഴത്തെ പോലെ വെക്കേഷൻ ടൈം ആവുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്
നിങ്ങളുടെയും അതേ ഏജ് ആണ്. നമ്മളുടെ ഒന്നും ചെറുപ്പത്തിൽ ഫോൺ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ബാക്കിയുള്ള ഒരു ഏജാണ് നമ്മുടെ. പക്ഷെ ഭയങ്കരമായിട്ട് എന്താണ് കളിക്കാൻ പോവും, കൂടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എല്ലാവരും ഈ ഫോണും വെച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പുറത്ത് പോയി കളിക്കുകയോ അങ്ങനെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞൂടാ. സോ നമ്മളാണ് ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. പാരന്റ്സും ടീച്ചേഴ്സും ആണ് കുട്ടികളെ ഇതേപോലത്തെ ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് നമ്മളിപ്പോ ഒരു ഗെയിം കളിക്കുകയാണ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് ഗെയിം കളിക്കുകയാണ്. സോ അവൻ ഫെയിൽ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, അവരവിടെ ചെറുപ്പത്തിൽ ഫെയിലിയർ കണ്ടു പഠിക്കുകയാണ്. അപ്പൊ അവന് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് ഓവർകം ചെയ്ത് വരാൻ പറ്റും. ഇനി ഫെയിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ അത് ക്യാച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്. പക്ഷെ ചില കുട്ടികൾക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ ഫെയിൽ ആവല്ല, അവർ ജീവിതത്തിൽ ഓരോ കാര്യം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ക്യാരക്ടർ മാറാനായിട്ട് പറ്റുള്ളൂ. The child who gets affection, encouragement, develop a good personality. നല്ല അഫെക്ഷൻ, നല്ല വാത്സല്യം, നല്ല എൻകറേജ്മെന്റ്. ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. മോൻ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്ത അറ്റംപ്റ്റ് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം. ഇപ്പൊ 60 ഫെയിൽ ആയിട്ട് വരുമ്പോൾ ഇല്ല മോനെ നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, നെക്സ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ ഫസ്റ്റ് അടിക്കും, എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവന് അതേപോലത്തെ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? പാരന്റ്സും ടീച്ചേഴ്സും ആണ്. ഒരു കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലിയും സ്കൂളാണെന്ന് പറയാം. ഫാമിലിയില് പാരന്റ്സും അതേപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെയും ഒരു നല്ല രീതിയിലുള്ള ഹാൻഡ്ലിംഗ് കൂടെയാണ് നമ്മളെ കുട്ടികൾ ഈ ഇമോഷൻസ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് അഫെക്ഷൻ, ഹ്യൂമർ, ഫിയർ, ആങ്കർ എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എല്ലാവരും റീഡ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം ഓരോ ഇമോഷനെ കൂടി എഴുതി തരാൻ പറഞ്ഞിരുന്നു, പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഐശ്വര്യാണോ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കേടാ, അത് പറഞ്ഞോ കേട്ടോ. ഹാപ്പിനെസ്, സാഡ്നെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സാഡ്നെസ് അറിയില്ല, ഞാൻ എന്നോട് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ആരായിരുന്നു സാഡ്നെസ്? ജീന. ഓക്കെ, ജീനയും ഐശ്വര്യയും ഹാപ്പിനെസ്, സാഡ്നെസ്. കാരണം നമ്മൾ ഈ പറയുന്ന ഇമോഷൻസിന്റെ ഒപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് വരുന്ന രണ്ട് ഇമോഷൻസ് കൂടെയാണ് ഇത്, ഹാപ്പിനെസ് പിന്നെ സാഡ്നെസ്. ഞാൻ ഐശ്വര്യ ഹാപ്പിനെസിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. Okay. Happiness. Together, the findings suggest that for children, happiness means more than feelings good about satisfying material desires and experiencing simple pleasures. It also means being good to oneself and others. Friends, നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിൽ നാം മനസ്സറിഞ്ഞു ചിരിക്കുന്ന ആ നിമിഷം ആ സാഹചര്യത്തെ തന്നെ അവിടെ സന്തോഷപൂർണ്ണമാക്കുന്നുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ച് നോക്കിയാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ചിലപ്പോൾ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് കാണാം. അവരുടെ മൈൻഡ് എപ്പോഴും നിഷ്കളങ്കമാണ്. അതിനാൽ അത് അവരുടെ മുഖത്തെ പ്രസരിപ്പിനും സന്തോഷത്തിനും വഴിതെളിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ വാശി പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ നാം എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് കാണിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അവരുടെ മൈൻഡ് മാറി ഹാപ്പിയായി മാറുന്നുണ്ട്. ഇത് അവരുടെ മനസ്സിന്റെ നിഷ്കളങ്കതയാണ് കാണിക്കുന്നത്. Happiness is a complex and multifaceted emotion that encompasses a range of positive feelings from contentment to intense joy. Thank you. നന്നായിരുന്നു ഇവിടെ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷൻ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കാണിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ കുറിച്ച് ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്താലായിരിക്കും സന്തോഷം വരുന്നത്. പക്ഷെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് ചെറിയൊരു നമ്മള് നന്നായിട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നത് നല്ല കുട്ടിയാണ്, ഗുഡ് ബോയ് ആണ്, ജസ്റ്റ് നമ്മള് മാർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു, ആൻസർ ചെയ്തതിനനുസരിച്ച് സ്റ്റാർ ഇട്ട് കൊടുത്തു, ജസ്റ്റ് വെരി ഗുഡ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. സോ നമ്മുടെ മാക്സിമം കുട്ടികളെ സന്തോഷിപ്പിച്ചിരിക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കാം. അപ്പൊ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ശ്രമിക്കണം. ദെൻ സാഡ്നെസ് ആണ് കേട്ടോ.
Children's sadness can be difficult and sensitive topic. കുട്ടികളിൽ സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ലോസ് ഓഫ് ലവ്ഡ് വൺ. അത് കുടുംബത്തിൽ ഉള്ളവരാകാം, കൂട്ടുകാരാകാം, അല്ലെങ്കിൽ അവർ ഏറെ സ്നേഹിച്ച് വളർത്തുന്ന പെറ്റ് ആയിരിക്കാം. മാതാപിതാക്കൾ തമ്മിൽ ഉണ്ടാകുന്ന നിരന്തരമായ വഴക്ക് അവരുടെ മനസ്സിൽ സങ്കടം ഉളവാക്കുന്നു. അവർക്കത് ഇൻസെക്യൂർ അനുഭവപ്പെടുന്നു. പിന്നെയുള്ള ഒരു കാര്യം, കുട്ടികളെ അവർ ഏറെ പ്രിയപ്പെട്ട സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുമ്പോൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെ ടീച്ചേഴ്സിനെ മിസ്സാകുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകുന്നു. പുതിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ പുതിയ കൂട്ടുകാരെ കണ്ടെത്താൻ മറ്റു കുട്ടികളിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവർ അവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകുന്നു. സ്കൂളിലെ ഹോംവർക്ക്, ക്ലാസ് റൂം വർക്ക്, ക്ലാസ് റൂം ടെക്സ്റ്റ്, ആങ്സൈറ്റി എന്നിവ മൂലം കുട്ടികളിൽ സങ്കടവും നിരാശയും ഉണ്ടാകുന്നു. പിന്നെ ഉണ്ടാകുന്നത് ശാരീരികവും ഇമോഷണൽ അബ്യൂസും കുട്ടികളിൽ വല്ലാത്ത സങ്കടവും പേടിയും ഉണ്ടാക്കുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ കൂടുതലായി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ, ഫിസിക്കൽ കംപ്ലൈൻസ്, തലവേദന, വയറുവേദന, അവരുടെ സങ്കടം മാറ്റാൻ അവർ ചില വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യും. ഓക്കേടാ. നമ്മൾ കുട്ടികളുടെ ഇമോഷൻസ് കാരണങ്ങൾ, വിഷമങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട്. സോ അങ്ങനെ വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ ചെയ്യാൻ പറഞ്ഞത് കുറെ കറക്റ്റ് ആണ്, ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഇമോഷൻസ് പറയുമ്പോൾ ഈ ഒരു സാഡ്നസ്, ഹാപ്പിനെസ്സിനെ കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഇമോഷണലി കൂട്ടാം. കാരണം കുട്ടികളിൽ പല ടൈപ്സ് ഓഫ് ഇമോഷൻസ് നമ്മൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇമോഷൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്നായിരിക്കും മാറുന്നത് അല്ലെ. ചിലപ്പോ ഇരുന്ന് കളിക്കായിരിക്കും, ഭയങ്കര ചിരിച്ച് കളിക്കായിരിക്കും, പെട്ടെന്നായിരിക്കും അവർക്ക് വിഷമം വരുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മൾ ഒരു 4 വയസ്സ് വരെയൊക്കെയുള്ള 6 വയസ്സ് വരെ കുട്ടികൾക്ക് ഇമോഷൻസ് എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യണം, കെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇമോഷൻസിന്റെ ടൈപ്പ് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഞാൻ അടുത്ത ടോപ്പിക്സുകൾ കവർ ചെയ്തോളാം കേട്ടോ. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. ഈ ഫ്രൈഡേ അശ്വതി ടീച്ചറായിരിക്കും ഇവിടെ കയറുന്നുണ്ട്. അശ്വതി ക്ലാസ് എടുത്തത്. ഓക്കെ, പകരം അശ്വതി ടീച്ചർ നെക്സ്റ്റ് വീക്ക് കയറും. അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? Sign out ആണ്. ഓക്കെ. Friends, let me tell you a little story. Listen carefully to what I say and then try to tell me the moral of it. Okay? Once upon a time, there lived a strong elephant in the forest. Every day he would walk with big footsteps, stamping the ant hill. The ants decided to teach the elephant a lesson. One day, when the elephant was eating banana leaves, a few ants started biting him. Elephant was unable to bear the pain. Oh, and it began to trumpet loudly. The ants felt sorry for the elephant. We are sorry. We wanted to teach you a lesson. The elephant realized his mistake. He understood that all living beings feel pain. From that day onwards, the elephant did not trouble others. Okay, what is the moral of the story? Anyone can say? Anyone can say that? Okay, I will tell you myself. Bigger is not always great. Friends, we had a good class today. Abarna ma'am took the class well. Everyone listened patiently. Thank you very much to Abarna teacher and everyone. Thank you ma'am. Thanks everyone. This is signed out by Aishwarya. ഓക്കെ, Thank you, ma'am. താങ്ക് യു മാം.
ക്ലാസ് നടത്തിയത് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും അവർക്ക് കൊടുത്ത ഭാഗം മനോഹരമായിട്ട് തന്നെയാണ് എടുത്തത്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.